പ്രസിഡന്റിനോടാണോടാ നിന്റെ കളി? ഇപ്പൊ നോക്കിക്കോ, മല മുകളിൽ നിന്ന് തള്ളി വിട്ടാലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ചിഹ്ന ഭിന്നമായി പോകും. മിസ്റ്റർ പ്രസിഡന്റ്, ഇതൊന്ന് നോക്കൂ. എനിക്ക് കൈറ്റ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ ഈ സൺ സിറ്റിയിലെ ജനങ്ങളെ കാണാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഐ എം ഷ്യൂർ കൈറ്റിൽ എഴുതിയിരിക്കുന്ന മെസ്സേജ് കണ്ടിട്ട് ജോയ് സിറ്റിയുടെ പ്രസിഡന്റ് വളരെ സന്തോഷിച്ചു കാണും. തീർച്ചയായിട്ടും, കാരണം പ്രസിഡന്റ് ഉണ്ടല്ലോ. അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്കിൽ പറയണമെങ്കിൽ കൈറ്റ് ലവർ. കാറ്റാടി പറത്തി പറത്തി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? സാറേ, നിങ്ങളുടെ പട്ടം എവിടെയാണ്? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ഒരു കാര്യം ഓർക്കണം ജൂനിയർ, ശരിക്കുള്ള ഡിറ്റക്റ്റീവ് ആരാണെന്ന് വെച്ചാൽ കൈറ്റ് പറത്തിയാലും ആർക്കുന്നത് കാണാൻ പറ്റരുത്. കാലക്കി സാറേ, എന്തൊരു പഞ്ചാ സാർ ഇപ്പൊ പറഞ്ഞത്. ഞാൻ എന്റെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ഇതെന്താ? ഈ കൈറ്റ് മാത്രം കാറ്റ് വീശുന്നതിനെതിരായിട്ടാണല്ലോ പറക്കുന്നേ. എന്റെ കൈറ്റ് മമ്മി! അയ്യോ, എന്റെ കൈറ്റ് അങ്ങ് പോയല്ലോ. ഇപ്പൊ നോക്കിക്കോ. ബർത്ത്ഡേക്ക് നമ്മൾ ടോഫി കൊടുത്തു കഴിഞ്ഞു. ടോണി ബോസിന്റെ പാന്റ് ടറന്നങ്ങ് കേറിപ്പോയി. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. അല്ല, ആ വലിയ കൈറ്റ് എങ്ങോട്ടാ പോയത്? R7 ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ എവിടെയോ അപകടമുണ്ടെന്നർത്ഥം. ആ കൈറ്റ് മാൻ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവുകയാണ്. എന്റെ ദൈവമേ, കീക്കോ, ആ പ്ലെയിൻ സൺസെറ്റിയുടെ മുകളിൽ വന്ന് വീഴുമെന്ന് തോന്നുന്നത് ആലോചിക്കുമ്പോ നിന്റെ തല കറങ്ങുന്നു. ഇപ്പൊ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ശ്രദ്ധിക്കേ. ആ കൈറ്റ് മാൻ ജോയ് സിറ്റിയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുക. ഫോർമുല നമ്പർ 187 അപ്ലൈ ചെയ്യേ. ഇപ്പൊ തന്നെ ഫോർമുല നമ്പർ 197 ആക്ടിവേറ്റ് ചെയ്യാം. ട്രാക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് പ്രസിഡന്റിനെ പിന്നെ കണ്ടെത്താം. വേഗം വാ സൂപ്പർ സ്പീഡോ. ആദ്യം നമുക്ക് പ്ലെയിൻ ക്രാഷ് ആവാതെ സൂക്ഷിക്കാം.
സൂപ്പർ സ്പീഡോ നിനക്ക് ആ എയർക്രാഫ്റ്റിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, പക്ഷേ കുറച്ച് സമയം വേണം. ഇല്ല, നമുക്കിപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആ പ്ലെയിൻ സൺസെറ്റിൽ വീണ് ക്രാഷ് ആവും. നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല നമ്പർ 256 അപ്ലൈ ചെയ്യേ. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 256. ഭാഗ്യം, നമ്മുടെ ആ ഫോർമുല വർക്ക്ഔട്ട് ആയി. ശരി, ഇപ്പൊ പതുക്കെ ആ പ്ലെയിനെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യിപ്പിക്കേ. കീക്കോ, ഫ്ലൈറ്റിന്റെ വെയിറ്റ് വളരെ ഹെവിയാണ്. കയർ അറ്റു പോകുമെന്നാണ് തോന്നുന്നത്. ആ പ്ലെയിൻ താഴെ വീഴുമെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 372. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 372. പ്ലെയിൻ ആ ടവറിൽ വീണ് ക്രാഷ് ചെയ്യാതെ നോക്കണം. കീക്കോ, ഞാൻ പ്ലെയിനിന്റെ മേളിൽ മാഗ്നറ്റിക് ഫീൽഡ് കവർ ചെയ്ത് അതിനെ പിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്ലെയിനിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കേ. സൂപ്പർ സ്പീഡോ, നീ ആ ട്രാക്കിംഗ് ഡിവൈസ് ആ വലിയ കയറ്റിൽ ഫിക്സ് ചെയ്തതല്ലേ? ഇപ്പൊ അത് ട്രാക്ക് ചെയ്ത് പ്രസിഡന്റ് എവിടെയാണെന്ന് കണ്ടെത്ത്. ഓക്കെ കിക്കോ. ബോസ്, ഇതായിരിക്കുന്നു പ്രസിഡന്റ്. പറഞ്ഞതുപോലെ തരിച്ചു ചെന്ന് കടത്തിക്കൊണ്ടു പോന്നു. വെൽക്കം പ്രസിഡന്റ്, വെൽക്കം. കൈറ്റ് മാന്റെ ഈ കാത്താടി എല്ലാറ്റിനെയും തലകിഴയായി മാറ്റിമറിക്കും. നിങ്ങൾ എല്ലാരും ആരാണ്? എന്തിനാ എന്നെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങളാണ് കൈറ്റ് മാൻ. നിങ്ങളുടെ ജോയിന്റ് സിറ്റിയിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു. അതിലുള്ള ഒരു പാർട്ടി അവർക്കൊരു കാര്യം ഇഷ്ടമല്ല. അതായത് നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള കോൺട്രാക്ട് അവർ എനിക്ക് തന്നു. ഞാനിപ്പോ പറഞ്ഞ ഇലക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആയിരിക്കണം. ഈ സ്ഥലത്ത് വേണം താമസിക്കാൻ. വലിയ തെറ്റാ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ, കീക്കോ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ്. മിണ്ടുപോകരുത്. താനെന്താണോ പിച്ചുമേയും പറയുന്നേ? ഏത് കിക്കോയുടെ പേരാ പറയുന്നേ? ആ കിക്കോക്കെ ഞങ്ങളുടെ അടുത്ത് പോലും വരാൻ പറ്റില്ല. അല്ലേ ബോസേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ കിഡ്നാപ്പിംഗ് ജോലി കഴിഞ്ഞു. ഇപ്പൊ എന്റെ പൈസ എങ്ങ് തന്നേക്ക്. എടാ ബ്രാദാ, എന്ത്? ബോസ് എന്നെ പ്രശംസിക്കുകയാണല്ലോ, പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്നെ വഴക്ക് പറയാന്നാ തോന്നുന്നേ. എടാ മരം മണ്ട, ഞാൻ നിന്നെ വഴക്ക് തന്നെയാ പറയുന്നത്. കീറ്റോ വളരെ ബ്രില്യന്റ് ആയിട്ട് നിന്റെ ഈ കാറ്റാടിയിൽ ട്രാക്കിംഗ് ഡിവൈസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇരിക്കുന്ന ഈ ലൊക്കേഷൻ അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. ബോസ്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? കീക്കോ ഇത് ട്രാക്ക് ചെയ്ത് ഈ ട്രാക്കിംഗ് ഡിവൈസ് ഉള്ള സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും വരും. പക്ഷെ അവൻ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. കൈറ്റ് മാന്റെ കാത്താടി എല്ലാറ്റിനെയും തലകീഴായി മാറ്റി മറിക്കുന്നതാണ്. ആ കൈറ്റ് ഇവിടുന്ന് എത്ര ദൂരെയാണുള്ളത് സൂപ്പർ സ്പീഡോ? ഒരുപാട് ദൂരത്തിലല്ല കീക്കോ, ഇവിടെ അടുത്ത് എവിടെയോ തന്നെയുണ്ട്. പക്ഷേ അടുത്തെങ്ങും കൈറ്റിനെ കാണാനില്ലല്ലോ.
ആ ഒരു പിജിയൻ പറക്കുന്നുണ്ട്. കീക്കോ, എന്റെ സിസ്റ്റം ആ PGN ആണ് കാണിക്കുന്നത്. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാ വിഷയങ്ങളെയും തലകിഴയായി മാറ്റും. അല്ല, ആ ട്രാക്കിംഗ് ഡിവൈസ് ഈ പിജിയന്റെ കഴുത്തിൽ എങ്ങനെയാ വന്നത്? ആ കൈറ്റ് മാൻ ശരിക്കും നമ്മളെ കളിപ്പിച്ചിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ പ്രാവേ. എന്ന് വെച്ചാൽ പ്രസിഡന്റ് അങ്ങളുടെ സംഭവിച്ച കാര്യം അതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കിഡ്നാപ്പ്. ജോയിന്റ് സിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ സൺ സിറ്റിയിൽ നിന്നും കിഡ്നാപ്പ് ആയിരിക്കുകയാണ്. ഇത് കാരണം നമ്മുടെ സൺ സിറ്റിയുടെ അഭിമാനം നഷ്ടപ്പെടും. മമ്മി, ഡോണ്ട് വറി മേയർ അങ്കിൾ, കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. റോങ് ജയിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ എപ്പോഴും റൈറ്റിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് സാറിന്റെ മൊബൈൽ നമ്പർ ഔട്ട് ഓഫ് റേഞ്ച് എന്നാണല്ലോ വരുന്നത്. എന്തെങ്കിലും ചെയ്യൂ കീക്കോ. പ്രസിഡന്റ് സാർ ഇന്ന് ജോയിന്റ് സിറ്റിയിലേക്ക് വന്നേ പറ്റൂ കീക്കോ. കാരണം നാളെ മുതൽ അവിടെ ഇലക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അദ്ദേഹം കറക്റ്റ് സമയത്ത് അവിടെ വന്നെത്തിയില്ലെങ്കിൽ അദ്ദേഹം തോറ്റുപോകും. ഒരു സമയത്ത് ഞാൻ ഇതുപോലെ കയറിൽ വന്ന് കിഡ്നാപ്പ് ചെയ്തവനെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി അവനെ എടുത്തിട്ടങ്ങ് ചവിട്ടി. അതിനുശേഷം അവൻ ഒരിക്കലും കാറ്റാടി പറത്തിയിട്ടേയില്ല. തറയിൽ സൈക്കിൾ ഓടിക്കാൻ പോലും അവന് പേടിയായിരുന്നു, അറിയാമോ? നിങ്ങൾ കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? പിന്നല്ലാതെ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ കാറ്റാടിയുടെ നൂൽക്കെട്ട് വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളം അല്ലേ? ഒരു പ്രാവശ്യം പ്രസിഡന്റ് ഉള്ള ലൊക്കേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. നിങ്ങളുടെ പ്രസിഡന്റ് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എനിക്ക് തരാനുള്ള ബാക്കി പണം അത് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അടിപൊളി മൊബൈലാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് മുതൽ ഇത് ഞാൻ യൂസ് ചെയ്യും. ബോസ് ഇത് കാണരുത്. അയാള് കണ്ട ഇതും തട്ടിപ്പറിച്ചുകൊണ്ടു. ഒരു പ്രാവശ്യം ഓൺ ചെയ്ത് നോക്കാം. കീക്കോ, സാറ്റലൈറ്റ് വഴി ഞാൻ ഫുട്ടേജസ് കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് അടുത്ത് എവിടെയോ ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ആ പ്രസിഡന്റിനെ അവർ വെച്ചിരിക്കുന്നത്. അത് വളരെ വലിയ ഏരിയ ആണെന്ന് തോന്നുന്നല്ലോ. ആ സ്ഥലം ശരിക്കും കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു തോന്നുന്നു. വേറെന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യേ. കീക്കോ, കുറച്ചു സമയം മുമ്പാണ് പ്രസിഡന്റ് സാറിന് മൊബൈൽ റിംഗ് ആയത്. പക്ഷെ അത് വേറെ ആരോ എടുത്ത് കട്ട് ചെയ്തു. നിങ്ങളൊരു കാര്യം ചെയ്യൂ അങ്കിൾ, നിങ്ങൾ ആ പ്രസിഡന്റിന്റെ നമ്പർ എനിക്ക് തന്നേക്ക്. സൂപ്പർ സ്പീഡോ, നീ ആ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യേ. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ പോണം. നിങ്ങൾ പ്രസിഡന്റിന്റെ നമ്പർ ട്രൈ ചെയ്തോണ്ടിരിക്കൂ. ചിലപ്പോ അദ്ദേഹം എടുത്ത് സംസാരിക്കും. ഐഡിയ കീക്കോ. ഇതാ പിടിച്ചോ. ഒരു പ്രാവശ്യം നമുക്ക് ബാക്കി കാശും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് കഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് അല്ല, ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റിമറിക്കും. തീർച്ചയായും ബോസ്, തീർച്ചയായിട്ടും. പണം കിട്ടിയതിന് ശേഷം നിങ്ങൾ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരൂ. ആദ്യമൊക്കെ നീ മൊബൈലല്ലേ ചോദിച്ചത്? വേണ്ട, മൊബൈല് പ്രശ്നമില്ല ബോസ്. അത് ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ആണോ? എവിടുന്ന്? ആരുടെ മൊബൈൽ റിംഗ് ആവുന്നത്? ആരുടെ അല്ല ബോസ്, ഞാൻ എന്റെ വായി കൊണ്ട് മൊബൈൽ റിംഗ് ചെയ്യുന്നത് പോലെ വോയിസ് കൊടുത്തതാ. ഇത് കണ്ടോ? അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നത്? പറയടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ മലമുകളിൽ നിന്ന് വലിച്ചെറിയും. സോറി 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 ബോസ്. ഞാൻ പറയാം ബോസ്, ഈ മൊബൈല് പ്രസിഡന്റിന്റെ മൊബൈലാ. മണ്ട, എന്താടാ നീ ചെയ്തത്? ആ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണമെന്ന് നിനക്ക് അറിയില്ലേ? അവർ ഈ മൊബൈലിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ചേരും. നോക്കിക്കോ. ഓടാ, നിനക്ക് ഡ്രൈ ഫ്രൂട്ട് അല്ല, നിനക്ക് ഒരു ഫ്രൂട്ടും കഴിക്കാനുള്ള യോഗ്യതയില്ല. ഇറങ്ങി പോടാ. എങ്ങനെയാ പെട്ടെന്ന് ഇൻഡിക്കേഷൻ കട്ടായി പോയത്? പക്ഷേ അവർ പ്രസിഡന്റിന്റെ മൊബൈൽ ഓഫ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. മൊബൈലിന്റെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ടർബോ സ്പീഡ് ആക്ടിവേറ്റ് ചെയ്യേ. കൈറ്റ്മാന്റെ കാറ്റാടി
എല്ലാത്തിനെയും തലകീഴായി മറിച്ചു കളയും. നോക്കൂ മിസ്റ്റർ കൈറ്റ്മാൻ, പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങൾ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. അദ്ദേഹത്തെ റിലീസ് ചെയ്ത് തെറ്റ് ശരിയാക്കി മാറ്റൂ. ഓ ആണോ? എന്റെ സ്ഥലത്തേക്ക് വന്ന് നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ഷേടാ, ഞാൻ വളരെ പേടിച്ചു പോയി. ഇന്ന പ്രസിഡന്റിനെ നീ തന്നെ പിടിച്ചോണ്ട് പൊയ്ക്കോ. ബോസിനോടാണോടാ നിന്റെ കളി? ഇപ്പൊ നോക്കിക്കോ, മല മുകളിൽ നിന്ന് തള്ളി വിട്ടാലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ചിഹ്ന ഭിന്നമായി പോകും. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിച്ചു കളയും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 138. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 138. കൈറ്റ്മാൻ ദേ പോകുന്നു. സൂപ്പർ സ്പീഡോ വേഗം അവനെ ഫോളോ ചെയ്യേ. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കുന്നതാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് പ്രസിഡന്റിനെ രക്ഷിക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 189. ഓക്കെ കീക്കോ. ഓ ആണോ? സൂപ്പർ സ്പീഡോ പ്രസിഡന്റിനെ രക്ഷിക്ക്. ഹലോ മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ഇദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടല്ലോ. കീക്കോ, പ്രസിഡന്റിന് ബോധം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പ്രഷറും ലോയാണ്. സൂപ്പർ സ്പീഡോ നീ പ്രസിഡന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേ. ഇവരെ രണ്ടാളെ ഞാൻ നോക്കിക്കോളാം. ഓൾ റൈറ്റ് ബഡി. ബോസ്, നിങ്ങൾ കിക്കോയെ നോക്കിക്കോ. അതിനുള്ളിൽ ഞാൻ ആ കാറിനെ തകർത്ത് തരിപ്പണമാക്കാം. എന്നെ നിനക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. സോറി. ബോസേ, സൂപ്പർ സ്പീഡോ പ്രസിഡന്റിനെ കൊണ്ട് എസ്കേപ്പ് ആയി കഴിഞ്ഞു. ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിചാരിച്ചാൽ പ്രസിഡന്റിനെ വീണ്ടും കിഡ്നാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനു മുൻപ് ഈ കീക്കോയെ നല്ല ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ബോസ്, പാറയിൽ കൊട്ടി ഇടിച്ച് ഇവന്റെ തല രണ്ടായിട്ട് പിളർന്നേക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നോക്കിക്കോ, കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കും. ഒരുപക്ഷെ ഞാൻ ചെന്ന പാറയിൽ ഇടിക്കുകയാണെങ്കിൽ എന്റെ തല പീസ് പീസായി പോവും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. താങ്ക് യു സൂപ്പർ സ്പീഡോ. പ്രസിഡന്റ് അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ, ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു. അവര് രണ്ടാളും നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? ഇത് നമ്മുടെ ടൈമാണ്.
ഒരു കൈറ്റ്മാന്റെ കഥ തീർന്നു. ഇപ്പൊ ഈ മൊട്ടത്തലേന്റെ കഥ അങ്ങ് തീർത്തേക്കാം. ഇങ്ങോട്ട് നോക്ക്, വീണ്ടും എത്തിക്കഴിഞ്ഞു. കീക്കോ, കൈറ്റ്മാന്റെ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് സമയത്തേക്കൊന്നും എനിക്കിത് താങ്ങാൻ പറ്റില്ല. നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഈ സൂപ്പർ കാറിൽ നിന്നും പാതാളത്തിലേക്ക് അയക്കും. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തല കീഴായി മാറ്റി മറിക്കും. എന്റെ പവർഫുൾ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 363. സൂപ്പർ ഐഡിയ കീക്കോ. സ്വീറ്റിൽ വീണ ഈച്ചയെ വലിച്ചെറിയുടെ സമയമായി കഴിഞ്ഞു. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. ഇന്ന് നിങ്ങൾ കാരണം ഞാൻ വളരെ സേഫ് ആയിട്ടും കറക്റ്റ് സമയത്തും എന്റെ ജോയ് സിറ്റിയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. ഇലക്ഷനിലും എനിക്ക് പങ്കെടുക്കാനായി. അതുകൊണ്ട് ഈ ബ്രേവറി ട്രോഫീസിനെ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായി നൽകി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സൂപ്പർ ഐഡിയ കീക്കോ.